അപ്പോൾ ഈ കുടിശ്ശിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സൗജന്യ ചികിത്സ ലഭിച്ച നേടി അതിനുശേഷമുള്ള അത് നമ്മൾ പേ ചെയ്യാനുള്ളതാണ്, സർക്കാർ പേ ചെയ്യാനുള്ളതാണ്. അത് ഗൗരവത്തോടെ നോക്കി അതും പരിഹരിക്കുന്നതിന് വേണ്ടി. നമസ്കാരം. ഉണ്ട് നിറഞ്ഞവനോട് ഉരുളയും കണ്ടുമുഷിഞ്ഞവനോട് കടവും വാങ്ങണം എന്നൊരു ചൊല്ലുണ്ട്. അല്ലാത്തവൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും സൗജന്യം പറ്റിയാൽ കൽപ്പാന്ത കാലത്തോളം അതും പറഞ്ഞു നടക്കും. കേരളത്തിലെ പാവം പിടിച്ച മനുഷ്യർ എത്രയോ കാലമായി സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി വരുന്നു. ആരോഗ്യ കേരളത്തിൻ്റെ വളർച്ചയുടെ നാൾവഴികൾക്ക് നൂറ്റാണ്ടിൻ്റെയെങ്കിലും കഥ പറയാനുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രിക്ക് എന്തോ കൊമ്പും കോമ്പലും മുളച്ചിട്ടുണ്ടോ എന്തോ. എത്രയോ ആരോഗ്യമന്ത്രിമാരെ ഈ കേരളം കണ്ടു. ഇത്രമാത്രം പുങ്കത്തരവും പൊങ്ങച്ചവും പറഞ്ഞു നടക്കുന്ന ഒരാരോഗ്യമന്ത്രി ഈ വീണയെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? ഞാനിവിടെ മന്ത്രിയായ ശേഷം ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും ആളിറങ്ങുന്നില്ല എന്ന മട്ടിലാണ് അവരുടെ സംസാരം. വെച്ചുകെട്ടുന്ന മുറിവുകൾ കരിയുന്നു, പാരസെറ്റമോൾ കഴിച്ചപ്പോൾ പനി കുറയുന്നു, തല, മുതുക്, കക്ഷം തുടങ്ങിയ സകല ഓപ്പറേഷനുകളും വമ്പൻ വിജയം. ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് പോകുന്നവരുടെ വയറ്റിൽ കത്രിക നിക്ഷേപിക്കാറുണ്ട്. ഗൈഡ് വയർ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് വിടുന്നു. ചികിത്സാ പിഴവ് കൊണ്ട് പഴുപ്പ് കയറിയ കുഞ്ഞു കൈകൾ മുറിച്ചു മാറ്റുന്നു. അങ്ങനെ എന്തെല്ലാം ഫലപ്രദമായ ചികിത്സകൾ വേറെ. ഡോക്ടർമാർക്ക് ആവശ്യത്തിന് വെട്ടുവാങ്ങിക്കൊടുക്കുന്ന പരിപാടിയുമുണ്ട്. അങ്കണവാടി പിള്ളേർ ബിരിയാണി തിന്ന് മടുത്തു. അങ്ങനെ എന്തെല്ലാം ഗീർവാണങ്ങൾ. ഇപ്പോഴത്തെ നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ അതിൻ്റെ ഏജൻസികൾ തിരിച്ചെടുക്കുകയാണ്. ഉപകരണങ്ങൾ നൽകിയ വകയിൽ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത് കുടിശ്ശിക. എന്താണിത്ര കുടിശ്ശിക വന്നത് എന്ന് ചിന്തിക്കണം. പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകിയതിൻ്റെ പേരിൽ പാവം സർക്കാർ കുത്തുപാള എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്റർവെൻഷൻസ് നടത്തുന്നു, അത്രയും സൗജന്യ ചികിത്സ നമ്മൾ നൽകുന്നു. അപ്പോൾ അത്രയും ആവശ്യം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് എത്ര കോടികളുടെ കടക്കാരാണ് എന്നറിയാമോ? ഇത്രമാത്രം കടക്കണിയിലായത് പാവങ്ങളെ സമുദ്ധരിച്ചാണത്രേ. നോക്കൂ, സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി വന്ന പാവം പിടിച്ച ജനങ്ങളെ പുച്ഛിക്കുകയും നാണം കെടുത്തുകയും ചെയ്യുന്ന പ്രസ്താവനയല്ലേ ഇവർ നടത്തിയിട്ടുള്ളത്? ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ കേന്ദ്രം വീട് നിർമ്മിച്ച് നൽകിയാൽ അതിൽ കേന്ദ്രത്തിൻ്റെ പേരെഴുതും. ആ പരിപാടി കേരളത്തിലെ പാവങ്ങളെ അപമാനിക്കാനാണ്, ഞങ്ങൾ അതിന് തയ്യാറല്ല എന്നാണ് ഒരിക്കൽ സർക്കാരും ഈ വീണ ജോർജും പറഞ്ഞു നടന്നത്. പാവങ്ങളുടെ കാശെടുത്ത് ധൂർത്തും അഴിമതിയും ആഡംബരവും എല്ലാം നടത്താൻ സർക്കാർ ഇഷ്ടം പോലെ കാശുണ്ട്. ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വാടക കൊടുക്കാൻ മാത്രം കാശില്ല. ചുരുക്കത്തിൽ ഈ സർക്കാർ ഇത്രമാത്രം കടക്കണിയിലായത് എന്തുകൊണ്ടാണ്? പാവങ്ങളെ അന്നമൂട്ടി, അവർക്ക് വസ്ത്രം കൊടുത്തു, പാവങ്ങളെ ചികിത്സിച്ചു. 1500 കോടിയിലധികം രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് മാത്രം സർക്കാർ ചെലവാക്കുന്നത്. ഇതെല്ലാം ഞാനിവിടെ വന്നേ പിന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഉപകരണമെല്ലാം ഏജൻസി തിരിച്ചെടുത്തു. മറ്റുള്ള ആശുപത്രികളിൽ ഡോക്ടർമാരും നേഴ്സുമാരും വട്ടം ചുറ്റി നിന്നതിനാൽ അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കുടിശ്ശികയുണ്ടെന്ന് കരുതി അങ്ങനെ കയറി എടുത്തുകൊണ്ട് പോകാമോ എന്നാണ് വീണമന്ത്രി ചോദിക്കുന്നത്. ഡോക്ടർ ഹാരിസ് എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ പിണറായിക്കും ആരോഗ്യ കേരളത്തിനും ഭയങ്കര മാനക്കേടുണ്ടായി എന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ നല്ല മാനമാണല്ലോ. കഴിഞ്ഞ ജൂൺ വരെയുള്ള കുടിശ്ശിക 158 കോടി രൂപയാണ്. കാശ് കൊടുക്കാതെ ഏജൻസികളെ പറ്റിച്ചിട്ട് പറയുകയാണ് ഉപകരണങ്ങൾ എടുക്കാൻ വന്നാൽ നേരിടുമെന്ന്. കുടിശ്ശികയെ ഞങ്ങൾ ഗൗരവത്തിൽ കാണുമെന്നാണ് വീണ പറയുന്നത്. ഗൗരവം ഒട്ടും കുറയ്ക്കരുത്. ആലപ്പുഴയിൽ കയർ കോൺക്ലേവ്, കൊല്ലത്ത് കശുവണ്ടി കോൺക്ലേവ്, ലാലിന് ലാൽസലാം കൊടുത്ത വകയിൽ എത്ര കോടി ചെലവായി? ആഗോള അയ്യപ്പന്മാരെ വിളിച്ചുകൂട്ടിയ വകയിൽ 8 കോടി ചെലവായി എന്ന് കേട്ടു. അതിലും എത്രയോ കോടി അകത്ത് ചെന്നിട്ടുണ്ട് ഓരോ അവന്മാരുടെയും. പൗരപ്രമുഖർക്ക് എല്ലാ ദിവസവും വിരുന്ന്, ആഗോള പര്യടനം, പിണറായിയുടെ തല നാട്ടിലാകെ വെച്ച വകയിൽ കോടികൾ വേറെ, വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ വാടക ഇനത്തിൽ പിന്നെയും കോടികൾ, 52 വാഹനങ്ങൾ കാർന്നോർക്ക് അകമ്പടി പോകുന്നത് ആരുടെ കാശ് കൊണ്ടാണ്? 10 മാസത്തിനിടയിൽ 12 കോൺക്ലേവാണ് ഈ സർക്കാർ നടത്തിയത്. ഇങ്ങനെ പാവങ്ങളുടെ കാശെടുത്ത് ചമ്മാളിച്ച തുക മതിയായിരുന്നു 160 കോടി രൂപ ഏജൻസികൾക്ക് കുടിശ്ശിക തീർക്കാൻ. കുടിശ്ശിക ഗൗരവത്തിൽ കാണുമത്രേ. ഒരു 100 രൂപ ആ ആശാസമരക്കാർക്ക് കൂട്ടിക്കൊടുക്കാനില്ല, അവരെ തല്ലിപ്പെരട്ടുകയാണ്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു 200 രൂപ ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടുണ്ട്. 3ാം ഭരണം കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരെയും കൂഞ്ഞു വലിപ്പിക്കും. കാർന്നോരുടെ സർക്കിട്ടിന് എത്ര കോടികളാണ് ഇറക്കുന്നത്? തല പ്രദർശനത്തിന് വെച്ചതിൻ്റെ വകയിൽ കോടികൾ വേറെ. എന്നിട്ട് പറയുകയാണ് പാവങ്ങളെ ചികിത്സിപ്പിച്ചതിനാണ് സർക്കാരിന് ഇത്രയും കുടിശ്ശിക വന്നതെന്ന്.
വീണയ്ക്കാണെങ്കിൽ ഇരിക്കാൻ നേരമില്ല, വീണ നടന്നിട്ടൊരു പ്രയോജനവുമില്ല എന്നതാണ് അവസ്ഥ. ഇവരുടെ ഗീർവാണങ്ങൾ കേട്ട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെല്ലുന്നവർക്കറിയാം അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. ധർമാശുപത്രിയിൽ ചെല്ലുന്നവരെ എങ്ങനെയാണ് അവിടുത്തെ ജീവനക്കാരും ഡോക്ടർമാരും കാണുന്നത് എന്ന് അനുഭവിച്ച് തന്നെ അറിയണം. വീണ ജോർജ് കാച്ചിവിടുന്ന ഗീർവാണങ്ങളൊന്നും കമ്മികൾക്കല്ലാതെ മറ്റാർക്കും കേട്ടിരിക്കാൻ പറ്റുന്നതല്ല. തൊടുന്നതെല്ലാം പരാജയമാണ്. ഈ സർക്കാർ വന്ന ശേഷം 42 ലക്ഷം കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം ചെലവാക്കി പോലും. ഈ കണക്കൊക്കെ എവിടുന്ന് ഇവർ ഒപ്പിച്ചുകൊണ്ട് വരികയാണ്? ആർക്ക് എവിടെ എന്തോന്ന് കൊടുത്തെന്ന ഈ പറയുന്നത്? ഈ കപ്പൽ മുങ്ങാൻ നടുക്കടലൊന്നും വേണ്ട സാർ, നല്ല കൈത്തോട് മാത്രം മതി സാർ. ഹനുമാൻ മരുത്വാമല കൈവെള്ളയിൽ വെച്ച് പറക്കും പോലെ വീണയുടെ തലയിലാണ് ആരോഗ്യ കേരളം കുടികൊള്ളുന്നത്. എന്തൊക്കെ കളവാണിവർ പറഞ്ഞു കൂട്ടുന്നത്. വീണയുടെ വർത്തമാനം കേട്ടാൽ സർക്കാർ ആശുപത്രിയിൽ സ്വർഗം താണിറങ്ങി വന്നതുപോലെ ഒരു ഫീലാണ് നമുക്ക് തോന്നുക. എന്തൊക്കെ തരിപ്പണമായാലും ചികിത്സാ പിഴവുകൾ ഉണ്ടായാലും നിത്യവും വീണ മാധ്യമങ്ങളെ കാണാറുണ്ട്. പരിശോധിക്കും, ഗൗരവമായി കാണും, റിപ്പോർട്ട് തേടും, ഞാൻ അന്വേഷിക്കട്ടെ. ഇത്തരം വർത്തമാനങ്ങൾ കേട്ട് മടുത്തു. വീണ പറഞ്ഞിട്ട് പോയാൽ പോട്ടെ, സാരമില്ല, തള്ളലിൻ്റെ സൂക്കേടുള്ള ഒരു സഹാത്തിയാണെന്ന് പറയാം. ഇനി പിന്നാലെ പിണറായി വിജയൻ ഒരു വരവുണ്ട്. കോടീശ്വരന്മാരെല്ലാം പുള്ളിയോടങ്ങ് കൊതി പറയുകയാണ് സർക്കാർ ആശുപത്രിയിലെ ചികിത്സയെപ്പറ്റി. എന്തൊരു മാറ്റമാണ് നമ്മുടെ ആശുപത്രികൾ മാറിയിരിക്കുന്നത്. ഞങ്ങൾക്കും വന്നാൽ കൊള്ളാമെന്നുണ്ട് വിജയൻ. പക്ഷേ ആളുകൾ എന്ത് വിചാരിക്കും? ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി പിണറായി വേറെ എങ്ങും ചികിത്സയ്ക്ക് പോകാതിരിക്കുകയാണോ കോടീശ്വരന്മാരെ? ദൈവമേ, 5-6 മാസം കൊണ്ട് ഇനി എന്തെല്ലാം കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും. അമീബിക് മസ്തിഷ്ക ജ്വരം പരത്തുന്ന ആ കീടമുണ്ടല്ലോ, ആ കീടത്തെ എപ്പോഴെങ്കിലും വീണയുടെ കയ്യിൽ കിട്ടും. 2 നഖങ്ങൾക്കിടയിൽ വെച്ച് ഒരു ഞെരിക്കയുണ്ടപ്പോൾ. വീണ മന്ത്രിയായ ശേഷം യമലോകത്തെ കാലിനും യാതൊരു പണിയുമില്ലാതെ ഇരിക്കുകയാണ്. സർക്കാർ ആശുപത്രിയിലെ ചികിത്സകൾ കാരണം ഒരുത്തനും കേരളത്തിൽ മരണമില്ല. ഇന്ന് ചാവാൻ നേരമില്ല, പോയിട്ട് പിന്നെ വാ കാല എന്ന് പറഞ്ഞ് കാലനെ പരിഹസിക്കുകയാണ് ആളുകൾ.